ജാസ്മിൻ ആൻഡ് ഗബ്രിയുടെ ഒരു വ്ളോഗിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ അതിനെ വിമർശിച്ചായിരുന്നു. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ മനോരമ ഓൺലൈനിൽ അതൊരു ന്യൂസ് ആർട്ടിക്കിളായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. ആ വിഷയം ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് തന്നെ നിർത്തണമെന്ന് വിചാരിച്ചായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ അതിനകത്ത് റെസ്പോൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജാസ്മിൻ്റെ കോമെൻറ്റ് ഇതായിരുന്നു: ഹേ, ഐ ഡോണ്ട് entirely accept with everything you have said here, but thank you so much for bringing this to my attention. I'm not defending myself, but I was born and brought in a surrounding where I was not exposed enough to the open world, but it is all a learning curve, right? And let me tell you this, I'm learning. I'm better than what I am yesterday, and I'm still learning. I will take this as a healthy criticism and be better version of myself from the next time. And I was like, this is so great of her. She acknowledged what she did, even though she doesn't agree with everything that I said. I'm fine with it, it's not a problem, but she acknowledged it, and I thought that was amazing. Okay, അത് അവിടെ വെച്ചിട്ട് നിർത്തണം എന്ന് വിചാരിച്ചതായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വന്നൊരു കോമെൻറ്റ് എനിക്ക് ഇത്തിരി ഹേർട്ട്ഫുൾ ആയിട്ട് തോന്നിയായിരുന്നു. പക്ഷേ അത് വന്നത് ഗബ്രിയുടെ സൈഡിൽ നിന്നാണ്. പക്ഷേ ആ കോമെൻറ്റ് ഗബ്രി ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഗബ്രി ഡിഡ്ന്റ് റിയലൈസ് ദാറ്റ് ഐ വിൽ ബി സ്ക്രീൻഷോട്ടിങ് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ ഗബ്രി പറഞ്ഞ കാര്യം ഇതാണ്: Jasmine acknowledged her mistake and publicly apologized, yet this reels remains up, fueling unnecessary hate, including racial slurs and bullying. If this was really about awareness and not attention, you would have taken it down after she took responsibility. Keeping it up despite everything just shows up your real intent. Well, enjoy your 3 seconds of fame. Even after this message, I was like, I'm not going to respond to it, because if that's what he feels, that's what he feels, right? Like, I don't have to go into it. And also, my only problem with the whole thing is like, well, enjoy your 3 seconds fame. I'm creating, ഞാൻ ഇവിടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് വീഡിയോസിന് വ്യൂസ് കിട്ടാനും ആൾക്കാർ എന്നെ ലൈക്ക് ചെയ്യാനും എന്നെ ഫോളോ ചെയ്യാനും വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഞാൻ തേങ്ങ പറിക്കാൻ വേണ്ടിയിട്ടല്ല വീഡിയോസ് ഉണ്ടാക്കുന്നത്. ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് തന്നെ ബാക്കിയുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട് നിങ്ങൾ 3 seconds ഫെയിമിന് വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇറ്റ്സ് ബാഡ്. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ആ ഒരു വീഡിയോയിൽ ജാസ്മിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഐ വാസ് ജസ്റ്റ് സെയിങ് ദാറ്റ് ഇങ്ങനത്തെ ബിഹേവിയേഴ്സ് ആർ എംബാരസിങ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ താമസിക്കുന്ന കാനഡ പോലത്തെ ഒരു കൺട്രിയിലാണ്. ഇവിടെ ഒരു ഇന്ത്യക്കാരൻ എന്തെങ്കിലും വേണ്ടാത്ത കാര്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇന്ത്യക്കാർക്കൊക്കെ ചീത്തപ്പേരാണ്. സോ ആ ഒരു വികാരം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അല്ലാണ്ട് ഞാൻ ജാസ്മിനെ പറ്റി, ബിഗ് ബോസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ബട്ട് എല്ലാം സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ 3 second ഫെയിംസ്, ബ്രോ, യു ഓൾസോ വാണ്ട് ദ ഫെയിം. ഓക്കെ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മീ. സോ കട്ട് ദാറ്റ് ബുൾഷിറ്റ്. ഓക്കെ, പിന്നെ ഇതിൽ നോട്ടിസബിളി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ 2 കോമൻറ്റും ഗബ്രി ചെയ്തതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ബിക്കോസ് ബോത്ത് ലുക്സ് റിയലി സിമിലർ. ആൻഡ് ഓൾസോ ഇതിൽ ഒത്തിരി ആൾക്കാരും പോയിന്റ് ഔട്ട് ചെയ്ത്, ഈ കോമൻസിലൊക്കെ പോയിന്റ് ഔട്ട് ചെയ്തേക്കുന്ന കാര്യം അതാണ്, ദാറ്റ് ദേ ഫീൽ ലൈക്ക് ഗബ്രിയാണ് ഈ 2 പോസ്റ്റും ചെയ്തേക്കണം. ഈ 2 കോമൻറ്റും എടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ഏകദേശം മനസ്സിലാവും. എനിക്കും ഇപ്പോഴും തോന്നുന്നുണ്ട് ദാറ്റ് ബോത്ത് ആർ കമ്മിങ് ഫ്രം ഗബ്രി സൈഡ്, ബിക്കോസ് ഹീ ഈസ് ഡിപ്ലോമാറ്റിക്കലി ഡീലിംഗ് വിത്ത് ദിസ് ഇഷ്യൂ എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണെന്ന് തോന്നിയെന്നുള്ളത് പ്ലീസ് കോമെന്റ്. പിന്നെ ആസ് മൈ ഫോളോവേഴ്സ്, എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. പ്ലീസ് ഡോണ്ട് സേ തിങ്സ് ലൈക്ക് ഷീസ് കോളനി, ഷീസ് ഫ്രം എൻ അൺകൾച്ചേർഡ് ഫാമിലി ആൻഡ് ഓൾ ദാറ്റ്, ബിക്കോസ് that's really sad, guys. ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടല്ല ഒരാളുടെ ബിഹേവിയർ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത്. ഓക്കെ.